തട്ടമിട്ടുകൊണ്ട് പിന്നെ നൃത്തം ചെയ്യുന്ന നമ്മുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മക്കളെ എത്ര പേരെ കണ്ടത് നമ്മൾ. അതൊക്കെ അവരെല്ലാം വളരെ സന്തോഷം ഉണ്ട് അവർക്ക് ഞങ്ങൾ ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലുള്ള മാറ്റം വരുന്നുണ്ട്. ഇന്നലെ കേരളത്തിൽ 14,000 സ്കൂളുകളാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു 90% സ്കൂളുകളിലും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടർ എന്ന് പറയുന്നു ചില ദിവസങ്ങളിൽ ക്ലാസ് നടത്താൻ വേണ്ടി പാടില്ല. ഒരു കൂട്ടർ എന്നോടൊന്ന് പറഞ്ഞു ശനിയാഴ്ച പരീക്ഷ നടത്താൻ പാടില്ല. ഞങ്ങൾക്ക് അതെന്താ കാര്യം? ഞങ്ങൾ ശനിയാഴ്ച പേനയും പേപ്പർ തൊടുവില്ല, അതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞത് അത് പരീക്ഷയ്ക്ക് എഴുതാൻ താല്പര്യമുള്ളവർ പരീക്ഷ ഒന്ന് എഴുതിക്കൊള്ളുക, അല്ലാതെ രാജ്യത്തുള്ള ആചാരങ്ങളും രാജ്യത്തുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ പഠിത്തവും പരീക്ഷയും ഒന്നും ക്രമീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം, നോൺ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം, അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവിടെ അതിപ്പം എല്ലാ സ്കൂളുകളിലും സൂംബ ഡ്രില്ലുണ്ട്, അതേപോലെ തന്നെ ഫുട്ബോളുണ്ട്, വോളിബോളുണ്ട്, നീന്തലുണ്ട്, ചെസ്സുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ കുട്ടിക്കും താല്പര്യമുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നു. അതേപോലെ തന്നെ നൃത്തം. അപ്പോൾ നൃത്തത്തിലും ഈ വസ്ത്രത്തിൻ്റെ പ്രശ്നം വരുമല്ലോ. നൃത്തത്തിലും വസ്ത്രത്തിൻ്റെ പ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നവർക്ക് ഉന്നയിക്കുക. നാളെ മുതൽ ഇനിയിപ്പം ഇന്ന നൃത്ത ഇനങ്ങൾ അല്പവസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിപ്പോൾ ഈ മാധ്യമങ്ങളാണ് ഇതിൻ്റെ ആദ്യമേ തന്നെ ഇതിന്